DS ഈറെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ പ്രധാനമാണ് ജിബിൻ ഗോപിനാഥിന്റെ കഥാപാത്രം ആ പ്രേതത്തെ കാണുമ്പോൾ രക്ഷപ്പെടാനായി ഉപ്പ് വിതറുന്ന രംഗം. എന്താണ് ഇതുകൊണ്ടവർ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ചെയ്താൽ നമുക്കും ഇത്തരം ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ എന്നെല്ലാമുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സിനിമ കാണാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പടിച്ചോ. ഇത് പടം കണ്ടവർക്കുള്ള വീഡിയോ ആണ്. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. സിനിമയുടെ തുടക്കത്തിൽ പോറ്റിയുടെ അമ്മ പോറ്റിയോട് പറയുന്നുണ്ട്, നീ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ ആ വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്ന്. പോറ്റി എന്താണ് കണ്ടതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഈ പോറ്റി എന്ന ക്യാരക്ടറിന് മോശം കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നതിന് മുന്നോടിയായി ചില ദുസൂചനകളെല്ലാം കാണുന്നതുപോലെയും ചില നിമിത്തങ്ങൾ പ്രകടമാവുന്നതുപോലെയും കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള സൂചനകൾ ഇയാൾക്ക് പലപ്പോഴായി കിട്ടിയിരുന്നിരിക്കാം. ഈ കാര്യം ഇയാൾ അമ്മയോട് പറഞ്ഞിട്ടുമുണ്ടാകാം. ഇതായിരിക്കാം അമ്മ അവിടെ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ നീ ആ വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാമായിരുന്നു എന്ന്. ഇതിൽ നിന്നും പോറ്റിയുടെ ക്യാരക്ടറിന് മരണം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ചറിയാനുള്ള കഴിവുള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയിലെല്ലാം ഉള്ളതുപോലത്തെ ഒരു പവർ ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ ഐതിഹ്യപരമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഭ്രമയുഗം സിനിമയിലെ കൊടുമൺ പോറ്റിയുടെ പിൻതലമുറക്കാരനാണ് ഇദ്ദേഹം. അതിനാലാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കഴിവുകൾ ലഭിച്ചിരിക്കുന്നതും. ഇതിനുള്ള റെഫറൻസിന് വേണ്ടിയാണ് പോറ്റിയുടെ വീട് കാണിക്കുന്ന സീനിൽ ചുമരിൽ കൊടുമൺ പോറ്റിയോട് സാമ്യമുള്ള ചില പൂർവികരുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നതായും കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പോറ്റിയുടെ ക്യാരക്ടറിന് ഫിലിപ്പിന്റെ ആത്മാവിനെ തളക്കാനോ ഒഴിവാക്കാനോ കഴിയുമെന്ന് ഫിലിപ്പിന് അറിയാവുന്നതുകൊണ്ടാണ് പോറ്റിയെ കൊല്ലാനായി നോക്കുന്നതും. എന്നാൽ ഈ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ പൂജാമുറിയിൽ നിന്നും പുറത്തുവന്ന ശേഷം പോറ്റി ആ സ്ഥലങ്ങളിലെല്ലാം ഉപ്പ് വിതറുന്നതായും കൂടാതെ ദേഹത്തുപ്പിടുന്നതായും കാണിക്കുന്നുണ്ട്. അതായത് ആത്മാക്കളെ വിരട്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങളും മറ്റും നടത്തുമ്പോൾ ഒരു പൂണ്ട് ബോർഡർ വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് ദുഷ്ടശക്തികൾക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഈ ഉപ്പ് എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടുതന്നെ അശുദ്ധമായിട്ടുള്ള എല്ലാത്തിനെയും തടഞ്ഞു നിർത്താൻ ഉപ്പിന് കഴിയുമെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഉപ്പ് ഉപയോഗിക്കാമെന്നും കേരളത്തിന്റെ ഐതിഹ്യപരമായ ചരിത്ര പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പോറ്റി ഫിലിപ്പിനെ തടയുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഫിലിപ്പിനെ അവിടെ നിന്നും ഒഴിവാക്കുന്നതിനു വേണ്ടി ഉപ്പ് ശരീരത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം വിതറുന്നതായി കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമ കണ്ട മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് റോഹന്റെ വീട്ടിൽ നിന്നും ഫിലിപ്പിന്റെ ആത്മാവ് പോയതിനു ശേഷമാണ് കനിയുടെ ആത്മാവ് അവിടേക്ക് വരുന്നത് എന്നാണ്. അതായത് സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ കനിയുടെ ആത്മാവിന് മുകളിൽ പുതപ്പിടുന്ന സീൻ മുതലാണ് കനിയുടെ പ്രേതമെത്തുന്നത് എന്ന രീതിയിൽ. എന്നാൽ അങ്ങനെയല്ല. തുടക്കം മുതൽ തന്നെ ആ വീട്ടിൽ 2 ആത്മാക്കളുണ്ടായിരുന്നു. പക്ഷേ കനിയുടെ ആത്മാവ് ഒരിക്കലും റോഹനെ ഉപദ്രവിച്ചിരുന്നില്ല. പകരം തലയിൽ തലോടുകയും ബെഡിൽ വന്ന് കിടക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് കാണുമ്പോൾ ഫിലിപ്പിന്റെ ആത്മാവിന് റോഹനോട് ഒരുപാട് അസൂയ തോന്നുകയും ആ ദേഷ്യത്തിൽ റോഹനെ കൂടുതലായി ഉപദ്രവിക്കാൻ തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. സത്യത്തിൽ റോഹൻ കനിയുടെ വീട്ടിൽ നിന്നും ആ ക്ലിപ്പ് എടുക്കുന്നത് മുതലാണ് ഫിലിപ്പിന്റെ ആത്മാവ് റോഹനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ റോഹൻ ആ ക്ലിപ്പ് തിരിച്ചുവച്ചതിനു ശേഷം ഒരിക്കലും ഫിലിപ്പിന്റെ ആത്മാവ് റോഹനെ ഉപദ്രവിച്ചിരുന്നില്ല. ഇതിൽ നിന്നും ഈ 2 പ്രേതങ്ങളും ഒരേ സമയം ആ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇവിടെ കനിയുടെ പ്രേതമുള്ളതുകൊണ്ടാണ് ഫിലിപ്പിന്റെ ആക്രമണത്തിൽ റോഹന് ജീവൻ നഷ്ടപ്പെടാതെ ഇരുന്നതെന്നും മനസ്സിലാക്കാം. ഈ കനിയും റോഹനുമായി പ്രണയത്തിലായിരുന്നു എന്നും അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻ എല്ലാം ഉണ്ടായിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കനിയുടെ ആത്മാവ് എപ്പോഴും റോഹന്റെ അടുത്ത് വന്ന് കിടക്കുന്നതായി കാണിക്കുന്നത്. സിനിമയുടെ ഏറ്റവും ഒടുവിൽ റോഹൻ ആ ബെഡിൽ നോക്കുമ്പോൾ കനി കിടക്കുന്ന രീതിയിൽ ആ ബെഡിൽ അടയാളങ്ങൾ കാണുന്നു. അതിനുശേഷമാണ് ആ ബെഡ്ഷീറ്റ് എടുത്തിടുമ്പോൾ കനി എഴുന്നേറ്റിരിക്കുന്നതായി കാണുന്നത്. ഇതിൽ നിന്നുമെല്ലാം ഈ ക്ലൈമാക്സ് സീനിൽ റോഹൻ കാണുന്ന പ്രേതം കനിയുടേത് തന്നെയാണെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഫിലിപ്പ് അവിടേക്ക് വരുന്ന സമയത്ത് റോഹനെ മുറിവേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പ് ആ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനുശേഷമാണ് റോഹനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. സത്യത്തിൽ കനി ഉപയോഗിച്ചിരുന്ന ക്ലിപ്പ് എടുത്തതുകൊണ്ടാണ് ഫിലിപ്പിന് റോഹനോട് ദേഷ്യമുണ്ടാകുന്നത്. കാരണം കനിയുടെ സാധനങ്ങളെല്ലാം എല്ലാ കാലവും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഫിലിപ്പ്. പടത്തിലൊരു സീനിൽ ഫിലിപ്പിന്റെ അമ്മ പറയുന്നുണ്ട്, കനിയുടെ പല സാധനങ്ങളും ഫിലിപ്പ് മരിച്ചു കിടക്കുന്ന ആ മുറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന്. അതിലൂടെ കനിയുടെ എല്ലാം ഫിലിപ്പിന്റെ ആയിരുന്നുവെന്ന് ഫിലിപ്പ് അഗാധമായി വിശ്വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കനിയുടെ ക്ലിപ്പ് റോഹൻ എടുത്തത് മുതൽ ഫിലിപ്പ് റോഹനെ ഉപദ്രവിക്കുന്നത്. കൂടാതെ ഇതേ ഫിലിപ്പിന്റെ ആത്മാവ് റോഹനെ കയ്യിൽ കടിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയം ഈ റോഹൻ ഒരു ഇടംകൈയനായതുകൊണ്ട് ആ ക്ലിപ്പ് എടുക്കുന്നത് ഇടതുകൈകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഇടം കൈയിൽ തന്നെ ഫിലിപ്പിന്റെ ആത്മാവ് കടിക്കുന്നതായി കാണിക്കുന്നതും. എന്നാൽ റോഹൻ ആ ക്ലിപ്പ് വീട്ടിൽ തിരിച്ചുകൊണ്ടുവച്ചതിനു ശേഷം ഫിലിപ്പിന്റെ ആത്മാവ് ഒരിക്കൽ പോലും റോഹനെ ഉപദ്രവിക്കുന്നേയില്ല. അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്നത് കനിയുടെ ആത്മാവ് മാത്രമായിരുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് അത് എടുത്തു കാണിക്കുന്നുമുണ്ട്. അതായത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഈ ക്ലിപ്പാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിയായ ആഗ്രഹങ്ങളുമായി മരിക്കുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ
അതെല്ലാം നശിപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യണം. അല്ലാത്തപക്ഷം ഈ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആത്മാക്കളോ അല്ലെങ്കിൽ ആ സാധനം കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് ആത്മാക്കളോ ഇത് സൂക്ഷിക്കുന്നവരുടെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുമെന്നും പറയപ്പെടുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളുമെല്ലാം കളയണമെന്ന് മുതിർന്നവർ പറയുന്നതിന്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ ചിലർ മരിച്ചു കഴിഞ്ഞ് അവരുടെ ശവശരീരം അവസാനമായി നമുക്കൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ പ്രസൻസ് നമുക്ക് ചുറ്റും ഉള്ളതായി തോന്നാൻ സാധ്യതയുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് മരിച്ചുപോയവരെ അവസാനമായി ഒന്ന് കാണണം എന്ന് പഴമക്കാർ പറയുന്നതിന്റെ പ്രധാന കാരണം. ഇതവരിനി ഒരിക്കലും തിരിച്ചുവരില്ല എന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു രീതി കൂടിയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇനി പടത്തിലേക്ക് തിരിച്ചു വന്നാൽ കനിയുടേത് സത്യത്തിൽ ആത്മഹത്യയാണോ അതോ ഒരു കൊലപാതകമാണോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഫിലിപ്പിന്റെ ബാക്ക് സ്റ്റോറി മാത്രമേ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. കനിയുടെ സ്റ്റോറി ഇപ്പോഴും ദുരൂഹമാണ്. കനിയുടെ മരണത്തിന്റെ പ്രധാന കാരണം എന്താണ് എന്നും ആരാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി എന്നൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല. എന്നാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഫിലിപ്പും റോഹനുമായിരിക്കും കനി മരിക്കാൻ കാരണമെന്നാണ്. പക്ഷെ കനിയുടെ മരണത്തിൽ ഇവർക്ക് പങ്കുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കനി മരിക്കുന്നതിലും എത്രയോ കാലം മുമ്പ് തന്നെ ഫിലിപ്പ് മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഫിലിപ്പിന്റെ അമ്മ സൂക്ഷിച്ച ആ ശവശരീരത്തിന്റെ പഴക്കത്തിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കനിയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഫിലിപ്പ് അതൊരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഫിലിപ്പ് മരണപ്പെട്ടതിനു ശേഷം എപ്പോ വേണമെങ്കിലും കനിയെ കൊല്ലാമായിരുന്നു. എന്നാൽ ഫിലിപ്പ് ഒരിക്കലും അവളെ ഉപദ്രവിച്ചിട്ടേയില്ല. കൂടാതെ ഫിലിപ്പ് മരണപ്പെട്ടതിനു ശേഷം ഫിലിപ്പിന്റെ ആത്മാവിന് കനിയും റോഹനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും അതായത് കനി റോഹന് അയച്ചിട്ടുള്ള മെസ്സേജിനെക്കുറിച്ചുമെല്ലാം ഫിലിപ്പിന്റെ ആത്മാവിന് കാണാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടുപോലും അവളെ ഫിലിപ്പ് ഇത്രനാൾ ഒന്നും തന്നെ ചെയ്തതായിട്ടേ കാണിച്ചിട്ടില്ല. അതിലൂടെ ഒരിക്കലും ഫിലിപ്പ് കനിയെ കൊല്ലില്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ റോഹൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാസങ്ങളായി. എന്നാൽ ഈ വസ്തുതകളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ കനിയുടെ മരണകാരണമായി പറയാവുന്ന ഒരു ക്യാരക്ടർ എന്നത് കനിയുടെ അനുജനായ കിരണാണ്. ഈ മരണത്തിനു ശേഷം അവൻ ഒരുപാട് ഡിസ്റ്റർബ് ആവുന്നത് നമ്മൾ കണ്ടു. അതായത് ഈ കിരണിന് കനിയെ അത്രയ്ക്കിഷ്ടമില്ലാത്തതുപോലെയാണ് ചില സമയങ്ങളിൽ അവൻ സംസാരിക്കുന്നത്. കൂടാതെ കിരണാണ് ആദ്യമായി കനി മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടതെന്നും പറയുന്നുണ്ട്. അതേപോലെ ഈ കിരണിന് മാനസികമായി ചില പ്രശ്നങ്ങളുള്ളതായും മദ്യപാനവും പുകവലിയുമെല്ലാം ഉള്ള ഒരാളായാണ് കാണിക്കുന്നത്. കിരണിന്റെ ഇത്തരം ദുശീലങ്ങൾ കനി കണ്ടതുകൊണ്ട് ആ ദേഷ്യത്തിൽ കിരൺ കനിയെ കൊന്നതാണോ എന്നൊരു സംശയം പലർക്കുമുണ്ടാകാം. എന്നാൽ അതിനും സാധ്യതയില്ല. കാരണം കിരണാണ് കനിയെ കൊല്ലാൻ നോക്കിയതെങ്കിൽ തീർച്ചയായിട്ടും അന്നേ ദിവസം തന്നെ ഫിലിപ്പിന്റെ ആത്മാവ് വന്ന് കിരണിനെ കൊന്നേനെ. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ റോഹനും കനിയെ കൊല്ലാൻ ഒരു സാധ്യതയുമില്ല. കാരണം കനിയെ കൊന്നിട്ടാണ് റോഹൻ അവിടേക്ക് വന്നതെങ്കിൽ ആ ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ഫിലിപ്പിന്റെ ആത്മാവ് റോഹനെയും കൊന്നേനെ. ഇതുകൊണ്ടെല്ലാം തന്നെ കനിയുടേതൊരു ആത്മഹത്യ തന്നെയാണെന്ന് ഉറപ്പിക്കാം. റോഹൻ തന്നെ ഒഴിവാക്കിയതുകൊണ്ടും സ്നേഹിച്ച് വഞ്ചിച്ചതുകൊണ്ടും തന്റെ കോളുകളും മെസ്സേജുകളും എല്ലാം അവോയ്ഡ് ചെയ്യുന്നതിനാലും വളരെ വിഷമത്തിൽ കനി ആത്മഹത്യ ചെയ്തത് തന്നെയാകാം. അല്ലെങ്കിൽ ഭൂതകാലം സിനിമയുടെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നതുപോലെ കനിയെക്കൊണ്ട് ഏതെങ്കിലും ആത്മാക്കൾ ഇങ്ങനെ ചെയ്യിച്ചതാണോ എന്നും പറയാൻ കഴിയില്ല. കാരണം ഭൂതകാലം സിനിമയിലെ ഡിപ്രഷനുള്ള ക്യാരക്ടേഴ്സിന്റെ സെയിം ക്യാരക്ടർ ആർക്ക് തന്നെയാണ് ഇവിടെ കനിക്കും നൽകിയിരിക്കുന്നത്. ഭൂതകാലത്തിന്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഫിലിപ്പിന്റെ ആത്മാവ് കനിയെ മെന്റലി ടോർച്ചർ ചെയ്ത് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാകാം. പക്ഷെ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ കനിയുടേതുപോലെ കിരണിനും ഡിപ്രഷനും മറ്റുമുള്ളതായി കാണിക്കുന്നുണ്ട്. അതായത് ഭൂതകാലത്തിലെ ഷെയ്ൻ നിഗത്തിന്റെ സെയിം ക്യാരക്ടർ ആർക്കാണ് ഇവിടെ കിരണിനും നൽകിയിരിക്കുന്നത്. പിന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിയേഡായിട്ടുള്ള കിരണിന്റെ ആ വീഴ്ച കാണിക്കുന്ന സീനിൽ, അതായത് ഫിലിപ്പിന്റെ ആത്മാവ് കിരണിനെ കൊല്ലാൻ നോക്കുന്നതിന്റെ കാരണം കിരൺ കനിയുടെ 16ാം അടിയന്തരത്തിന് ചടങ്ങുകൾ നടത്തി കനിയുടെ ആത്മാവിനെ മോക്ഷം കൊടുത്ത് ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്കിയതുകൊണ്ടല്ല. പകരം കനിയെ കിരൺ വളരെ മോശമായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. കാരണം ആ ഒരു ചടങ്ങ് നടത്തിയതിന്റെ ദേഷ്യത്തിലാണ് ഫിലിപ്പ് കിരണിനെ ഉപദ്രവിച്ചതെന്ന് കരുതുകയാണെങ്കിൽ ആ ചടങ്ങ് നടക്കുന്നതിന്റെ തലേദിവസം തന്നെ ഫിലിപ്പിനെ കിരണിനെ ഉപദ്രവിച്ചാൽ മതിയായിരുന്നു. വേണമെങ്കിൽ ആ ചടങ്ങ് നടത്താനാകാത്ത വിധത്തിൽ കിരണിനെ ഉപദ്രവിച്ച് വീഴ്ത്താമായിരുന്നു. എന്നാൽ ഈ ചടങ്ങെല്ലാം നടത്തിയതിനു ശേഷം കിരൺ ആ ചടങ്ങ് നടത്തിയതിന്റെ സന്തോഷത്തിൽ റോഹൻ അവനെ വിളിച്ച് മദ്യമെല്ലാം കൊടുക്കുന്ന സമയത്ത് കിരൺ കനിയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് ആ നശിച്ചവൾ കിണറ്റിൽ ചാടി ചത്തതിന് ഞാൻ എന്തു ചെയ്യാനാ എന്നെല്ലാം മോശമായി പറയുമ്പോഴാണ് ഫിലിപ്പ് അവനെ തള്ളിയിട്ട് കൊല്ലാനായി ശ്രമിക്കുന്നത്. എന്നാൽ ഈ കൊല്ലാൻ നോക്കിയ രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് കനിയുടെ മരണവുമായി വളരെ സാമ്യതയുണ്ട്. കാരണം കനി ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് ചാടി, അതായത് കിണറ്റിൽ ചാടിയാണ് മരിക്കുന്നത്. ഇതുപോലെ കിരണിനെയും ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് തള്ളിയിട്ടാണ് ഫിലിപ്പ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ആ സീനിൽ കിരൺ കനിയെക്കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ട് തന്നെ അവന്റെ വായിലെ പല്ലുകളെല്ലാം കൊഴിച്ചു കളയുന്നതായി കാണിക്കുന്നുണ്ട്. കൂടാതെ കനിയുടെ വീട്ടിലേക്ക് റോഹൻ വരുന്ന സമയത്ത് കിരണിന് കനിയുടെ മരണത്തിൽ വിഷമമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് ഇരിക്കുന്നതായി കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഫുട്ബോൾ തട്ടിയ 2 കാലുകളും ഒടിക്കുന്നതായി കാണിക്കുന്നത്. അങ്ങനെ കനിയുടെ മരണത്തെക്കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ടും അവളുടെ മരണത്തെ നിസാരമായി കണ്ടതുകൊണ്ടും ഫിലിപ്പ് കിരണിനെ അതേ രീതിയിലെല്ലാം തന്നെ ക്രൂരമായി കൊല്ലാനായി ശ്രമിച്ചിരിക്കുന്നു. പിന്നെ കനിയുടെ കൂടെ ഡാൻസ് പഠിക്കുന്ന പെൺകുട്ടിയെ റോഹനും പോറ്റിയും കാണാൻ പോകുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഒരാൾ തങ്ങളെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലത്ത് വെച്ചും ഡാൻസ് ക്ലാസിന്റെ മുന്നിൽ വന്നും നോക്കി നിന്നിരുന്നുവെന്ന്. ഇയാൾ കനിയെയാണ് നോക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ കനി സമ്മതിച്ചിരുന്നില്ല എന്നും.
സോ ആ സമയം അത് ആരാണെന്നൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും അത് ഫിലിപ്പായിരുന്നു എന്ന് കനി മനസ്സിലാക്കിയിരുന്നു. ഈ ഫിലിപ്പ് കനിയുടെ അയൽവാസിയായതുകൊണ്ടും അവന് അസുഖമുണ്ടായിരുന്നതുകൊണ്ടുമാണ് കനി ഇത് അത്ര കാര്യമാക്കാതിരുന്നതും കംപ്ലൈന്റ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതും. സോ ഇതിൽ നിന്നും കനി ഫിലിപ്പിന് ദ്രോഹം വരുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ കനിയുടെ മരണത്തിൽ ഫിലിപ്പിന്റെ പങ്കിനുള്ള സാധ്യത വളരെ കുറവാണെന്നും മനസ്സിലാക്കാം. ശേഷം പടത്തിന്റെ അവസാനം ഭൂതകാലം എന്ന ചിത്രത്തിലെ സൈജു കുറുപ്പിന്റെ ജോർജ് എന്ന ക്യാരക്ടർ ഇവിടേക്ക് വരികയും പോറ്റിയോട് ആ പ്രേതബാധയുള്ള വീടിനെക്കുറിച്ച് പറയുകയും ആ പ്രേതത്തെ പിടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ തുടർച്ചയായി വരുന്ന ചിത്രങ്ങളിൽ പോറ്റി ഭൂതകാലത്തിലെ ആ വീട്ടിലേക്ക് എത്തുകയും ആ പ്രേതത്തെ ഒഴിപ്പിക്കാൻ സഹായിക്കുന്നതായും കാണാൻ കഴിയും. പിന്നെ ഈ കനിയുടെ മരണം വളരെ നിഗൂഢമായി അവസാനിപ്പിച്ചതുകൊണ്ടുതന്നെ ഭൂതകാലത്തിന്റെ ബാക്ക് സ്റ്റോറിയിൽ കാണിച്ചിട്ടുള്ള പ്രേതകഥയുമായി കനിയുടെ മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് കണ്ടെത്തിയാൽ മാത്രമേ റോഹൻ എന്ന കഥാപാത്രത്തിന് തന്റെ കൂടെ കൂടിയ കനിയുടെ ആത്മാവിനെ ഒഴിപ്പിക്കാൻ കഴിയുള്ളൂ. സോ ഈ കഥാപാത്രങ്ങളെല്ലാം വരുന്ന സിനിമകളിൽ തീർച്ചയായും കണക്റ്റഡ് ആവും. എന്നാൽ ഭൂതകാലം മാത്രമല്ല, ഈ സംവിധായകന്റെ 4 പടങ്ങളും സെയിം യൂണിവേഴ്സിൽ വരുന്നവയാണ്. സോ ഈ ചാത്തനും ഏലിയൻസും പ്രേതങ്ങളുമെല്ലാം കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ഇനി വരാൻ പോകുന്നത്. പക്ഷെ ആരൊക്കെ വന്നാലും പോയാലും ഭൂതകാലത്തിന്റെ തട്ട് താണു തന്നെയിരിക്കും. കാരണം ഭൂതകാലം അതൊരു അനുഭവം തന്നെയാണ്. ഭൂതകാലത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ കൂടുതൽ വ്യക്തതയ്ക്കായി ഈ വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഈ ഏലിയൻസ് എന്ന കൺസെപ്റ്റും ആത്മാക്കളും കൂടി ചേരുന്ന ഈ യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗത്തെ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. സോ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. സൈനിങ് ഓഫ് യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.